ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ എല്ലാ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ സ്ഥിരമായിട്ട് എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോൾ കാണുന്ന വീഡിയോ അല്ലാതെ എത്രത്തോളം വർക്ക് അപ്ഡേഷൻ ആയിട്ടുണ്ട് എന്ന് നമുക്ക് അടുത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഷൂട്ട് ചെയ്താൽ കൂടി നമുക്ക് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ പോകണമെങ്കിൽ ഒരു മെഷർമെൻറ്റ് സഹായത്തോടെ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ. അതിന് നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെൻറ്റിനൽ ഹബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂയിലൂടെ നമുക്ക് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒരു 80% നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കിനി മെഷർമെൻറ്റ് അപ്ഡേഷനിലേക്ക് പോകാം. ആദ്യത്തെ അപ്ഡേഷൻ നോക്കാൻ പോകുന്നത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മളീ കാണുന്ന പോലെയുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കാണ്. ഇതാ നമ്മളീ കാണുന്നത്. ഈ സ്ട്രക്ചർ ഘടന നമ്മളെല്ലാ വീഡിയോയിലും നമുക്കുള്ളതാണ്. നമുക്ക് ഇത് എത്രത്തോളം പണി കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് മെഷർമെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഇങ്ങനെയാണ് സെൻറ്റിനൽ ഹബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂയിലൂടെ മെഷർമെൻറ്റ് നമ്മൾ നോക്കുന്നത്. ഇത് 100% പെർഫെക്റ്റ് അല്ല, ഒരു 80% നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാസത്തിൽ 5 ദിവസം കൂടുമ്പോഴാണ് ഓരോ അപ്ഡേഷനും സെൻട്രൽ ഹബിന് വരുന്നത്. ഇത് 2 ദിവസം മുൻപേ ഉള്ള അപ്ഡേഷനാണ്. ഞാൻ ഡേറ്റ് വ്യക്തമായിട്ട് കാണിക്കാം. ഈ മെഷർമെൻറ്റ് സെഷൻ ഡേറ്റ് കാണിക്കുന്നതായിരിക്കും. ഇതാ ഇങ്ങനെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഏതാണ്ട് 2850 മീറ്ററാണ് നമുക്ക് മെഷർമെൻറ്റിലൂടെ കാണാൻ സാധിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ഉറപ്പായിട്ട് വേരിയേഷൻ വരും. ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റാണ് നമ്മളീ കാണുന്നത്. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് ബെർത്തിൻ്റെ അപ്ഡേഷനാണ്. ഇതാ നമ്മളീ കാണുന്ന ബെർത്തിൻ്റെ പോർഷൻസ്. ഇത് സാറ്റലൈറ്റിലെ സെൻട്രൽ ഹബിൻ്റെ വ്യൂ ആയതുകൊണ്ടാണ് അധികം ക്ലിയർ കിട്ടാത്തത്. എന്നാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതാ ഇവിടം വരെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ട് കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ബെർത്ത് ഏതാണ്ട് 603 മീറ്റർ എന്ന് പറയേണ്ടി വരും. ഇതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ ഈ 2-3 ദിവസം ഗ്യാപ്പ് പെൻഡിങ് ആയതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് കൂടി ഇൻക്ലൂഡിങ് ആക്കിയത്. ഏതാണ്ട് 25 മീറ്റർ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 603 മീറ്റർ കംപ്ലീറ്റേഷൻ ഓഫ് വർക്കിലോട്ട് പോകും. 800 മീറ്ററാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 603 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ബെർത്തിൻ്റെ മെഷർമെൻറ്റ്. ഇതാണ് ബെർത്തിൻ്റെ മെഷർമെൻറ്റ്. നമുക്കിനി അടുത്തറിയേണ്ടത് നിലവിൽ നമ്മുടെ ഈ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ബ്രേക്ക് വാട്ടർ കെട്ടുന്നത് പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡിൽ നിന്നും യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി ഒരു ബാരക്കേഡ് പോലെ ബ്രേക്ക് വാട്ടർ പോലെ തന്നെ കെട്ടിയെടുക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കെട്ടിയെടുക്കുന്നത്. അത് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മെഷർമെൻറ്റിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ട് 61 മീറ്റർ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ദൂരെ നിന്ന് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഘടന നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് സ്ട്രക്ചർ ഘടനയുള്ളത്. ഇവിടം വരെ ഏതാണ്ട് 148 മീറ്ററാണ്. ഇതും പകുതിയോളം കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് നോക്കാം. വെള്ളത്തിൻ്റെ കളറിലുള്ള ചെറിയൊരു ഗ്യാപ്പ് ഏതാണ്ട് 30 മീറ്ററാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഈ പറയുന്നത് പോലുള്ള യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യേണ്ട ഇത്ര മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അത് വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആവും. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെഡ്ജിങ് അകത്താവുന്നതോടെ കാരണം ഇത് എളുപ്പം കഴിയുമെന്ന് പറയാൻ കാരണം നമ്മൾ വീഡിയോയിൽ കണ്ടുണ്ട്. ഇവിടെ എല്ലാം മണലാണ്. അതായത് നമ്മൾ ട്രെഡ്ജ് ചെയ്ത മണൽ ധാരാളമായി ഇവിടെ ഉള്ളത് കാരണം ഇത് വലിയ ആഴമില്ല. വേഗം തന്നെ നമുക്കതിൻ്റെ പണി പൂർത്തിയാക്കാനായി സാധിക്കും. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ യാർഡിൻ്റെ നിലവിൽ ഇത് ഇൻ്റർലോക്കിൻ്റെ പണികളായിരിക്കും നടക്കുന്നത്. ഇൻ്റർലോക്ക് ഈ വശത്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നുണ്ടോ? ഈ വൈറ്റ് കളറിലൊക്കെ കാണുന്നത് ഇൻ്റർലോക്ക്. ഇവിടെ ഇത് യാർഡ് ക്രെയിനൊക്കെ വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും ചെറിയ നീല കളർ കാണാൻ സാധിക്കും. പക്ഷേ STS ക്രെയിൻ നമ്മൾ പറയുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്ന STS ക്രെയിന് പോർട്ടിലല്ല, നമ്മൾ സാറ്റലൈറ്റിൽ നോക്കിയാലും STS ക്രെയിന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. യാർഡ് ക്രെയിൻ വളരെ ചെറുതായിരുന്നാലും കാണാൻ സാധിക്കും. ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ പോർഷനൊക്കെ ഇൻ്റർലോക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതുകൂടി ഈ പറയുന്ന ഈ സൈഡിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഇത് ക്ലിയർ ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ ഇൻ്റർലോക്ക് ഇടും. അപ്പോൾ യാർഡിൻ്റെ പണികൾ ഏതാണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നീങ്ങും. ഇനി നമുക്ക് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ബ്രേക്ക് വാട്ടർ മുതൽ ഈ പറയുന്ന
ബെർത്ത് വരെയുള്ള ലെന്ത് നമുക്ക് നോക്കാം. 892 മീറ്ററാണ് ഈ വരുന്ന ലെന്ത്. കാരണം ഇവിടെ നമ്മുടെ ഷെൻഹുവ 15 ആയിക്കോട്ടെ, ഷെൻഹുവ 24 ആയിക്കോട്ടെ, ഷെൻഹുവ 26 ആയിക്കോട്ടെ, നമ്മുടെ ക്രെയിൻ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. പലർക്കും സംശയം കാണും എത്രത്തോളം ലെന്ത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ മെഷർമെൻറ്റ് എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. അങ്ങനെ ഈ വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും അപ്ഡേഷൻ മീൻസ് മെഷർമെൻറ്റിലൂടെ അപ്ഡേഷൻ ഉള്ളത്. നമുക്ക് ഇനി വളരെ 200 മീറ്ററോളം ഉള്ളൂ ബെർത്തിൻ്റെ പോർഷൻ. ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. അത് ധാരാളമായ സ്ലാബുകൾ തന്നെ ഈ വശത്തൊക്കെ നമ്മൾ ധാരാളമായി ഇവിടെ കണ്ടതാണ്. ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് വളരെ വേഗം തന്നെ വർക്ക് 800 മീറ്റർ വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിടത്തും ഒരു ലാഗും നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ മെഷർമെൻറ്റ് അപ്ഡേഷൻ. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകളുടെ കറണ്ട് സ്റ്റാറ്റസാണ് അറിയേണ്ടത്. ഷെൻഹുവ 15, ഷെൻഹുവ 24, ഷെൻഹുവ 26 എന്ന് പറയുന്ന കപ്പലുകളാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ക്രെയിനുമായി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആ കപ്പലുകൾ എവിടെയാണെന്ന് സ്റ്റാറ്റസ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കപ്പൽ ക്രെയിനുമായിട്ട് വരുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമ്മുടെ ചൈന എന്ന രാജ്യത്തിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ നിന്നാണ് ഈ പറയുന്ന ക്രെയിനുമായിട്ട് വരുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളിൽ തന്നെ അപ്ഡേഷനുണ്ട്. സ്റ്റാർട്ടിങ്ങും എൻഡ് പോയിൻറ്റും അപ്ഡേഷനുണ്ട്. അത് കയറി കാണാം. നമുക്കിപ്പോൾ അറിയേണ്ടത് അവരുടെ കറണ്ട് സ്റ്റാറ്റസ്, ഈ ഷിപ്പുകൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ ഷെൻഹുവ 15ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കാം. ഇതാണ് നമ്മുടെ ഷെൻഹുവ 15 ഇപ്പോൾ എവിടെയുള്ളതെന്നാണ് നമുക്കറിയേണ്ടത്. എന്താ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തായ്വാനിലെ ഈ പറയുന്ന സ്ഥലം കറക്റ്റായിട്ട് പറഞ്ഞാൽ ഹൂഷിങ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. ആ സ്ഥലത്താണ് ഷെൻഹുവ 15, ആ പോർട്ടിലാണ് ഷെൻഹുവ 15 ഉള്ളത്. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് തായ്വാനിലെ ആ പോർട്ട്. ഇതിൽ കുറച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ഷെൻഹുവ 15ൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഇനി നമുക്ക് അറിയേണ്ടത് ഷെൻഹുവ 24ൻ്റെ കറണ്ട് സ്റ്റാറ്റസാണ്. ഷെൻഹുവ 24 നമുക്ക് നോക്കാം. ഇപ്പോൾ എവിടെയാണെന്നാണ് നമുക്കറിയേണ്ടത്. ഷെൻഹുവ 24 ആവട്ടെ, സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. ഇത് നിലവിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിലാണ് ഷെൻഹുവ 24 ഉള്ളത്. ഡേറ്റ് ഞാൻ നോക്കിത്തരാം. 3/5/2024 ഡേറ്റ്. കറണ്ട് സ്റ്റാറ്റസാണ്. ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ആണെങ്കിലും ഈ പറയുന്ന ക്രെയിനിൻ്റെ ഒന്നും കറണ്ട് സ്റ്റാറ്റസ് അല്ല. ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെയാണ് ഈ ക്രെയിനിൻ്റെ ഡീറ്റെയിൽ അറിയുന്നത്. പക്ഷേ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ നീല കളറിലുള്ള ഈ ക്രെയിനാണ് നമുക്ക് വിഴിഞ്ഞത്ത്, ഇതുപോലുള്ള ക്രെയിനുകളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷെൻഹുവ 24 ആവാനാണ് ചാൻസ്. അടുത്ത് വരാൻ ഷെൻഹുവ 24 ആയിരിക്കും ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഷെൻഹുവ 24 വരുന്നത് ഏത് വഴിയാണെന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇത് ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൽ നിന്നും ഷിപ്പ് ക്രെയിനുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവഴിയാണ് വരുന്നത്. ഇങ്ങനെ വന്ന് ഈ വശത്തൂടി വന്നിട്ട് നേരെ ഈസ്റ്റ് ചൈന സീ കയറും. ഈസ്റ്റ് ചൈന സീ വഴി നമ്മൾ നേരത്തെ കണ്ട തായ്വാൻ വഴി നേരെ വന്ന് ഹോങ്കോങ് വഴി സൗത്ത് ചൈന സീയിൽ കയറിയിട്ട് അവിടെ നേരെ സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെ ഒരു മലാക്ക കടലെടുക്കുണ്ട്. എല്ലാവർക്കും ഫേമസ് ആണ്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എപ്പോഴും ഞാൻ മലാക്ക കടലെടുക്കെന്ന് പറയാറുണ്ട്. അതുവഴി ആൻഡമാൻ നിക്കോബാർ സീയിൽ കയറിയിട്ട് ബേ ഓഫ് ബംഗാളിൽ വന്ന് നമ്മുടെ ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്കാണ് എല്ലായ്പ്പോഴും നമ്മുടെ ക്രെയിനുമായിട്ട് വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. ഇത് നമ്മുടെ ഈ പറയുന്ന ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയുള്ള വിഴിഞ്ഞം പോർട്ട് ആയത് കാരണം ഇതിലെ പണികൾ കറക്റ്റായിട്ട് നമുക്ക് അപ്ഡേഷനോടെ പറയാൻ സാധിക്കില്ല. പക്ഷേ ഷിപ്പ് കറണ്ട് സ്റ്റാറ്റസാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യമായി നിങ്ങളിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. Okay, thank you friends.